ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരുപാട് മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പാരായണം ഏത് രീതിയിലാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളത്. ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അൽ ഇസ്തിആദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവോട് അഭയം തേടാനും അല്ലാഹുവെ മുറുകെ പിടിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഇസ്തിആദ. സൂറത്തു നഹ്ലിലെ 98-ാമത്തെ ആയത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സൂറത്തു നഹ്ലിലെ 98-ാമത്തെ ആയത്താണിത്. നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടുക എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ ഇസ്തിആദ ചൊല്ലൽ നിർബന്ധമാണ്. ഇസ്തിആദ ചൊല്ലുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലെ അക്ഷരങ്ങളെ കൃത്യമായി ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ അക്ഷരം അ, രണ്ടാമത്തെ അക്ഷരം ഐനാണ് അ റൂ, മൂന്നാമത്തെ അക്ഷരം ദാലാണ് അ റൂദു. ഇതിനു പകരം ചില ആളുകൾ അഊദു എന്ന് ദാലിന് പകരം ദാലാക്കി ഉച്ചരിക്കാറുണ്ട്. ഇങ്ങനെ ഉച്ചരിക്കുന്ന സമയത്ത് വളരെ വലിയ അബദ്ധമാണ് സംഭവിക്കുന്നത്. കാരണം അഊദു എന്ന വാക്ക് അഭയം തേടുക എന്നുള്ള അർത്ഥത്തിലാണ്. എന്നാൽ ഇതിനു പകരം ദാലിന് പകരം ദാലിലേക്ക് മാറിപ്പോയാൽ അഭയം തേടുക എന്നുള്ളതിൽ നിന്നും മാറി മടങ്ങിപ്പോവുക, തിരിച്ചു പോവുക എന്നുള്ള അർത്ഥത്തിലേക്ക്, വളരെ വലിയ അർത്ഥ വ്യത്യാസത്തിലേക്കാണ് മാറിപ്പോകുന്നത്. അതുകൊണ്ട് ആ അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്തിആദ ചൊല്ലേണ്ട രീതികളെ കുറിച്ചാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. രണ്ട് രീതിയിൽ ഇസ്തിആദ ചൊല്ലാം. ഒന്ന് ഉച്ചത്തിൽ, രണ്ടാമത്തേത് പതുക്കെ. നമ്മൾ ഒറ്റയ്ക്കല്ലാതെ ഒരു ഗ്രൂപ്പായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഖുർആൻ പാരായണത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി, അതായത് ഖുർആൻ പാരായണത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഇസ്തിആദ ഉറക്കെ ചൊല്ലാം. അതുപോലെ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ എല്ലാവരും ഖുർആൻ പാരായണത്തിനായി ഇരിക്കുകയാണ്. ഒന്നിലധികം പേർ അവിടെ പാരായണം ചെയ്യുന്നുണ്ട്. ഈ സമയത്ത്, ഇത്തരം സന്ദർഭങ്ങളിൽ ആദ്യം പാരായണം ചെയ്യുന്ന ആൾ, അതായത് ആ ഗ്രൂപ്പിൽ ആദ്യം തന്നെ പാരായണം ആരംഭിക്കുന്ന ആൾ ഉറക്കെയാണ് ഇസ്തിആദ ചൊല്ലേണ്ടത്. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രമേ ഇസ്തിആദ ഉറക്കെ ചൊല്ലേണ്ടതുള്ളൂ. ഇസ്തിആദ പതുക്കെ ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ ഒറ്റയ്ക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ ഇസ്തിആദ പതുക്കെ ചൊല്ലിയാൽ മതി. അതുപോലെ പ്രാർത്ഥനയിൽ
അതായത് നമസ്കാരത്തിൽ ഇസ്തിആദ പതുക്കെ ചൊല്ലിയാൽ മതി. ഇനി നമ്മൾ ഒരു ഗ്രൂപ്പിലാണ് ചൊല്ലുന്നത്, പക്ഷേ അതിൽ ആദ്യം തന്നെ ഓതി തുടങ്ങുന്നത് നമ്മളല്ല, മറ്റൊരാൾക്ക് ശേഷമാണ് നമ്മൾ ഓതുന്നതെങ്കിൽ അവിടെയും ഇസ്തിആദ പതുക്കെ ഓതിയാൽ മതി. ഇസ്തിആദ ആവർത്തിച്ച് ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? അതായത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ തന്റെ പാരായണം ഇടയ്ക്കു വെച്ച് നിർത്തി വീണ്ടും വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ 2 വിധികളുണ്ട്. ഒന്ന്, ആവർത്തിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. രണ്ടാമത്തേത് ആവർത്തിക്കേണ്ടതില്ലാത്ത സന്ദർഭങ്ങളുമുണ്ട്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചുമയോ തുമ്മലോ പോലെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അടിയന്തര സാഹചര്യങ്ങൾ കാരണം ഖുർആൻ പാരായണം മുറിഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ വീണ്ടും ഇസ്തിആദ ആവർത്തിച്ചു ചൊല്ലേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ ഒരു ടീച്ചർക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുകയാണ്. ഒരു ചെറിയ ആയത്ത് നമ്മൾ ഓതി, അതിനുശേഷം അതിലെ മിസ്റ്റേക്ക് ടീച്ചർ പറഞ്ഞു തരുന്നു. അക്കാരണം കൊണ്ട് നമ്മുടെ പാരായണം അവിടെ മുറിഞ്ഞു പോവുകയാണ്. പിന്നീട് അതിന്റെ തുടർച്ചയായി വീണ്ടും ടീച്ചർക്ക് ഓതി കൊടുക്കേണ്ടതുണ്ട്. അത്തരം സന്ദർഭങ്ങളിലും ഇസ്തിആദ ആവർത്തിക്കേണ്ടതില്ല. ഇസ്തിആദ ആവർത്തിക്കേണ്ടതില്ലാത്ത മറ്റൊരു സന്ദർഭമാണ് സുജൂദു തിലാവ. നമുക്കറിയാം, ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ സുജൂദ് ചെയ്യൽ സുന്നത്തായിട്ടുള്ള ചില ആയത്തുകളുണ്ട്. ഇത്തരം ആയത്തുകളുടെ അവസാനം സുജൂദിലേക്ക് പ്രവേശിക്കുന്നത് കാരണം അവിടെയും ഖുർആൻ പാരായണം ഇടയിൽ വെച്ച് മുറിഞ്ഞു പോകുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും പാരായണം തുടരുകയും ചെയ്യും. ഇത്തരം സന്ദർഭത്തിലും ഇസ്തിആദ ആവർത്തിക്കേണ്ടതില്ല. ഇസ്തിആദ ആവർത്തിക്കേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിനിടയിൽ ഒരാൾ നമ്മളോട് സലാം പറയുകയാണെങ്കിൽ ആ സലാമിന് നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ ഖുർആൻ പാരായണം മുറിഞ്ഞു പോയിരിക്കുന്നു. വീണ്ടും പാരായണം തുടരുന്ന സമയത്ത് ഇസ്തിആദ ചൊല്ലേണ്ടതാണ്. അതുപോലെ നമ്മൾ പാരായണം ചെയ്യുന്നതിന് ഇടയിൽ വെച്ച് നമ്മുടെ ഫോണിൽ വന്ന ഏതെങ്കിലും മെസ്സേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ, നമ്മൾ ചാറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും നമ്മോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് സംസാരിച്ചിട്ടില്ലെങ്കിലും ആംഗ്യരൂപേണ അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമ്മുടെ പാരായണം മുറിഞ്ഞു പോകുന്നുണ്ട്. അവിടെയും തുടർന്ന് പാരായണം ചെയ്യുന്ന സമയത്ത് ഇസ്തിആദ ആവർത്തിക്കേണ്ടതുണ്ട്.